ഹായ് എവരിവൺ. CUT എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? സോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ CUT എൻട്രൻസിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ CUT എൻട്രൻസ് CBT മോഡ് അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പല ഷിഫ്റ്റുകളായിട്ടാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ഓൾറെഡി ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പല ഷിഫ്റ്റായി നടക്കുന്നത് കൊണ്ട് തന്നെ അവസാനം നമുക്ക് സ്കോർ വരുന്നത് ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പെർസെന്റൈൽ സ്കോർ നമുക്ക് ലഭ്യമാകുന്നത്. ഈ പെർസെന്റൈൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലാസ്റ്റ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. എന്നാൽ ഈ വർഷം, അതായത് ഇന്നലെ വന്ന ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഒരു റിപ്പോർട്ട് പ്രകാരം UGC ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം മുതൽ നോർമലൈസേഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. സോ നോർമലൈസേഷൻ ഉണ്ടാകാത്തതിന്റെ പ്രധാന കാരണം ഒരു സബ്ജക്റ്റ് ഒരു ദിവസം തന്നെ കണ്ടക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പല ഷിഫ്റ്റുകളുടെ ആവശ്യം വരുന്നില്ല. ഷിഫ്റ്റുകളായി വരുമ്പോൾ മാത്രമാണ് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സയന്റിഫിക് പ്രൊസീജിയർ ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ ഷിഫ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന് പല ഷിഫ്റ്റുകളില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ഡേ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് ദർ ഇസ് നോ നീഡ് ഓഫ് നോർമലൈസേഷൻ. അപ്പോൾ പല കുട്ടികൾക്കും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ജെയിലൊക്കെ വന്ന വലിയൊരു ക്വസ്റ്റ്യനിങ് ആയിരുന്നു അത്. പല ഷിഫ്റ്റായി എക്സാമിനേഷൻ നടന്നപ്പോൾ ചിലവർക്ക് നോർമലൈസേഷൻ ചെയ്ത സമയത്ത് പെർസെൻറ്റേജ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തതായിട്ട് കുറേ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ആ പരാതികൾ ഒഴിവാക്കാൻ തന്നെ ആയിരിക്കണം ഈ വർഷം നമ്മുടെ CUT UG എൻട്രൻസിൽ ഈ പറയുന്ന നോർമലൈസേഷൻ പ്രോസസ് കംപ്ലീറ്റ്ലി നിർത്തലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം നോർമലൈസേഷൻ ഉണ്ടാകില്ല. ഈ ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ പുതിയൊരു ഇൻഫോർമേഷനുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.